വീരകേരളത്തിന്റെ ചരിത്രങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട നിരവധിയായ സമര പോരാട്ടങ്ങളുടെ ഭൂമിയായ പാവപ്പെട്ടവന്റെ, കർഷകന്റെ, കുടിയേറ്റക്കാരന്റെ, ഈ നാടിന്റെ നേരവകാശികളായ ഏറ്റവും പ്രിയപ്പെട്ട ഗോത്ര ജനവിഭാഗത്തിന്റെ അമരക്കാരി കൂടിയായ സാധാരണക്കാരന്റെ പ്രതീകം, പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കരുണയുടെ ഹസ്തങ്ങൾ കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന, ഇന്ദിരാ പ്രിയദർശിനിയെ അനുസ്മരിപ്പിക്കുന്ന, ഭാവി ഇന്ത്യയുടെ മതേതര ചേരിയുടെ കാവൽപ്പട നായിക, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി ഇതാ ഗാന്ധി പാർക്കിൽ നമ്മെ അഭിസംബോധന ചെയ്യാൻ, നമ്മോട് നന്ദി പറയാൻ, കൂടെയുണ്ട് എന്ന് വെറും വാക്ക് പറയാനല്ല, വാഗ്ദത്തം ചെയ്യാൻ, പ്രതിജ്ഞ ചെയ്യാൻ ഇന്നലകളിൽ വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ സഹോദരങ്ങൾ പൊലിഞ്ഞു പോയപ്പോ, നമ്മുടെ കർഷകർ ജീവനറ്റ് പോയപ്പോ ആ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഉറക്കം കെടുത്തിയ ചിലരൊക്കെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അഡ്വക്കേറ്റ് എൻ കെ വർഗീസ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. First of all, I want to thank you from the deepest place in my heart. ആദ്യമായിട്ട് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങളോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. For your love, for your support and for making me your member of parliament today. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ പിന്തുണയ്ക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Welcome to all my colleagues from the UDF who are standing here, all of whom who worked very hard for this election, and many of the UDF workers who are amongst you, to whom I owe this victory. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ സഹപ്രവർത്തകരെയും, അതുപോലെ തന്നെ ഇന്ന് ഈ ജനക്കൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും, നിങ്ങൾക്കാണ് എന്റെ ഈ വിജയം സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. Because for many years, for 35 years, I managed elections for my mother and brother. I understand the kind of hard work that goes into elections and campaigning on the ground. കാരണം കഴിഞ്ഞ 35 വർഷങ്ങൾക്കായി എന്റെ അമ്മയ്ക്കും സഹോദരനും വേണ്ടിയുള്ള ഇലക്ഷൻ പ്രചരണത്തിന്റെ ചുമതല എനിക്കായിരുന്നു. അതുകൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാണ് താഴെത്തട്ടിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തുക എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. So I know very well that such big margins are not possible unless there is very hard work by each and every worker on the ground, and I thank you all for that. എനിക്കറിയാം ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുക എന്നത് താഴെത്തട്ടിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനമില്ലാതെ സാധ്യമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരോടും അതിനുവേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. And of course they are never possible unless the people want to vote for you, unless they want to give you your love and their love and affection. And that's why, more importantly, more than anything else, I want you to know that each one of you who waited for me, each one of you who met me during the campaign, everyone who stood outside their houses on streets like this, came, gave me your love, your affection, holding a flower, a hug, a kiss. I want each one of you to know that you are my responsibility, that I take your love with complete seriousness, and it is my duty to fight for you, to give you a better future in the next 5 years and ahead. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും വലിയൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹം ഇഷ്ടവും ഇല്ലാതെ സാധ്യമാവുകയില്ല. ജനങ്ങൾ വന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അത് സാധ്യമാവുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രചരണ സമയത്ത് മുഴുവൻ എനിക്ക് വേണ്ടി വഴിയരികിൽ കാത്തുനിന്ന, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ, എനിക്ക് പൂക്കൾ നൽകിയ, എനിക്ക് ഉമ്മകൾ നൽകിയ, എന്നെ കെട്ടിപ്പിടിച്ച നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ പൂർണ്ണ ഗൗരവത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കും. അടുത്ത 5 വർഷങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി ഞാൻ കണക്കാക്കുന്നു. During the campaign, I met many of you. I met farmers, owners of small shops, businesses, teachers. I met sisters in churches. I went to mosques, temples. I met everybody, many people. And from you, I was able to gauge and understand
the issues that you face in your everyday life. പ്രചരണ സമയത്ത് നിങ്ങൾ ഒരുപാട് പേരെ ഞാൻ കണ്ടുപിടുത്ത കർഷകരെ കണ്ടു, ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, അധ്യാപകരെ കണ്ടു, അതുപോലെ സിസ്റ്റേഴ്സിനെ കണ്ടു. അതുപോലെ ഞാൻ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളുടെ ഒക്കെ ഭാഗമായി സന്ദർശനം നടത്തി. അവിടെ നിന്നെല്ലാം